ഹായ് ഫ്രണ്ട്സ്, അഗ്രോബീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ഏലച്ചെടികളിൽ ചിമ്പടിക്കാനുള്ള നല്ലൊരു കോമ്പിനേഷൻ പരിചയപ്പെടുത്താനായിട്ട് വന്നിരിക്കുന്നത്. അതിനായിട്ട് നമ്മളിവിടെ കുറച്ച് പ്രോഡക്റ്റുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ട്രയൽ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു കോമ്പിനേഷനാണ്. അതിനായിട്ട് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് മൊസൈക്ക് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ MAP, അതുപോലെ തന്നെ SOP ആണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഫോസ്ഫറസ് മൊബിലൈസിംഗ് ബാക്ടീരിയ ആയിട്ടുള്ള ഫോസ്പ്രോ എന്ന് പറയുന്ന പേരിൽ നമ്മളിത് കമ്പനിയുടെ ഒഫീഷ്യൽ ട്രയലായിട്ട് നമ്മൾ ട്രയൽ ചെയ്ത് നോക്കി നല്ല റിസൾട്ട് കിട്ടിയാണ്. നമ്മളിതൊരു 2-3 മാസം മുന്നേ നമ്മൾ ഇതിൻ്റെ ട്രയലിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ഇടയ്ക്ക് ഗ്രൂപ്പിലും നമ്മുടെ ഷോർട്സിലൊക്കെ ഇട്ടിരുന്നു. നമ്മൾ നല്ല റിസൾട്ടായിട്ട് നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾക്കൊക്കെ റെക്കമെൻഡ് ചെയ്യുക. അവർക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മളിതൊരു വീഡിയോ ആയിട്ട് ചെയ്തേക്കാന്ന് വിചാരിച്ചത്. ഈ സമയത്ത് എല്ലാവരും ജിം അടിക്കാനുള്ള പല പല കോമ്പിനേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഈ ഒരു കോമ്പിനേഷനാണ്, MAP പ്ലസ് SOP എന്ന് പറഞ്ഞാൽ മൊസൈക്ക് എന്ന് പറയുന്ന ബ്രാൻഡ്. മൊസൈക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡ് ശരിക്കും US ബേസ് ചെയ്തിട്ടുള്ളൊരു ബ്രാൻഡാണ്. അവരുടെ ഒരു കോമ്പിനേഷനാണ്. നമുക്ക് MAP പറ്റി നമ്മുടെ കൃഷിക്കാർക്ക് അധികം പറഞ്ഞു തരേണ്ട കാര്യമില്ല. പല രീതിയിൽ നമ്മൾ MAP ഉപയോഗിക്കുന്നതാണ്. ശരിക്കും MAPക്ക് അത് വരുന്നത് 12% നൈട്രജനും 61% ഫോസ്ഫറസുമാണ് വരുന്നത്. ഈ നൈട്രജൻ എന്ന് പറയുന്നത് അമോണിക്കൽ നൈട്രജനാണ് വരുന്നത് 12%, 61% ഫോസ്ഫറസ് പെന്റാ ഓക്സൈഡ് ഫോമിലാണ് വരുന്നത്. അപ്പോൾ MAP നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഏലച്ചെടിയെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ചിമ്പടിക്കാനായിട്ട് നമ്മൾ മെയിനായിട്ടും പലരും പല രീതിയിൽ പറയും. ചിമ്പടിക്കാനായിട്ട് കാൽസ്യം നൈട്രേറ്റ് പ്ലസ് പൊട്ടാസ്യം നൈട്രേറ്റ് ചിമ്പടിക്കാൻ നല്ലതെന്ന് പറയും. ശരിക്കും ആ ഒരു കോമ്പിനേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെടിയുടെ ഉണ്ടായി വരുന്ന ചെറിയ ചിമ്പുകളെ വേഗത്തിൽ വളർത്തിയെടുക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് കാൽസ്യം നൈട്രേറ്റ് പ്ലസ് പൊട്ടാസ്യം നൈട്രേറ്റ്. ചിമ്പ് പൊട്ടാനായിട്ട് എപ്പോഴും ശരിക്കും നമുക്ക് ഫോസ്ഫറസ് ആണ് വേണ്ടത്. ഫോസ്ഫറസ് എന്ന് പറയുന്നത് നമുക്ക് ചെടിയിലോട്ട് കൊടുത്തു കഴിയുമ്പോൾ അല്ല മണ്ണിലോട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ചെടിയിൽ നല്ല രീതിയിലുള്ള വേരുപടലങ്ങൾ ഉണ്ടാകാൻ ഉള്ള ടെൻഡൻസി കാണിക്കും. ഫോസ്ഫറസ് എന്ന് ചെയ്യുമ്പോഴത്തേക്ക് വേരിൻ്റെ പ്രൊഡക്ഷൻ കൂടും. ഓട്ടോമാറ്റിക്കലി വേരിൽ സൈറ്റോകൈൻ്റെ പ്രൊഡക്ഷൻ കൂടും. ആ സമയത്ത് സെൽ ഡിവിഷൻ കൂടും. അപ്പം ചിമ്പ് പൊട്ടാനുള്ള ടെൻഡൻസി ചെടിക്ക് ഓട്ടോമാറ്റിക്കലി തുടങ്ങും. അത് ഒരു ഇതാണ്, അത് അവരുടെ ഒരു ചക്രമാണ്. അങ്ങനെ ഒരു ഇത് ഫോസ്ഫറസ് എന്ന് ചെയ്യുമ്പോൾ നടക്കുന്നതാണ്. അതേപോലെ തന്നെ കായലെ ബഡ് അത് കറക്റ്റ് ആ ഒരു അരുമ്പ് കറക്റ്റ് ആകാനൊക്കെ ആയിട്ട് ഫോസ്ഫറസ് അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ഫോസ്ഫറസ് നല്ല രീതിയിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് സൈറ്റോകൈൻ്റെ പ്രൊഡക്ഷൻ കൂടിയുകൊണ്ട് തന്നെ ചിമ്പടിക്കാനുള്ള ടെൻഡൻസി കാണിച്ചു തുടങ്ങും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫോസ്ഫറസ് ആദ്യം കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഫോസ്ഫറസ് കൂടിയ വളങ്ങൾ ആദ്യം കൊടുത്തതിന് ശേഷം അതിൽ നിന്നൊരു 15 to 20 ദിവസം ഗ്യാപ്പിൽ ഒരു CN അല്ലെങ്കിൽ കാൽസ്യം നൈട്രേറ്റ് പ്ലസ് പൊട്ടാസ്യം നൈട്രേറ്റ് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ റിസൾട്ടാണ്. ഇത് ഫോസ്ഫറസ് കൊടുത്ത് പൊട്ടി വരുന്ന ചിമ്പുകളെ പെട്ടെന്ന് വളർത്തിയെടുക്കാനായിട്ട് ഈ കാൽസ്യം നൈട്രേറ്റ് നല്ലൊരു സഹായമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു കോമ്പിനേഷനാണ് നമ്മൾ കൂടുതലായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്. നമ്മുടെ തോട്ടത്തിൽ നമ്മൾ അങ്ങനെയാണ് അപ്ലൈ ചെയ്ത് വരുന്നത്. അപ്പോൾ നമ്മളിത് ട്രയൽ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നേരത്തെ നമ്മൾ നമ്മുടെ യൂട്യൂബിൽ ഷോർട്സിലൊക്കെ ഇട്ടിരുന്നു. നല്ലൊരു റിസൾട്ട് കിട്ടിയോണ്ടാണ് നമ്മളിങ്ങനെ ഒരു കോമ്പിനേഷൻ പരിചയപ്പെടുത്തുന്നത്. നമ്മൾ പറഞ്ഞു ഇത് മോണോ അമോണിയം ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന MAP ആണ്. മൊസൈക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പുറവശ ചാർട്ട് നോക്കുവാണെങ്കിൽ 5% മോയ്സ്ചർ വരുന്നുണ്ട്. അതേപോലെ 12% അമോണിക്കൽ നൈട്രജൻ, 61% ഫോസ്ഫറസ് വരുന്നുണ്ട്. പിന്നെ ഒരു സോഡിയം നിക്കലും കൂടെ ചേർന്നിട്ട് ഒരു 0.5% വരുന്നു. അതാണ് വരുന്നത്. നമ്മൾ പിന്നെ ഒരു ഡ്രഞ്ചിങ്ങിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് വലിയ വലിയ ബ്രാൻഡിലോട്ടൊക്കെ പോയി നമുക്ക് വലിയ കോസ്റ്റ് കൂട്ടി ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് മീഡിയം റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു റിസൾട്ട് നൽകുന്ന ഒരു കോമ്പിനേഷനാണ് ഈ മൊസൈക്കിൻ്റെ MAP. അപ്പോൾ നമ്മൾ ഇത്രയൊക്കെയാണ്. ഫോസ്ഫറസ് വന്നു. പിന്നെ നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന SOP ആണ്. നമുക്ക് ശരിക്കും ചെടിയുടെ ഒരു വളർച്ചയ്ക്ക് നൈട്രജനും ഫോസ്ഫറസും ആണ് കൂടുതൽ വേണ്ടത്. പൊട്ടാഷ്യം ശരിക്കും അതിൻ്റെ ഒരു കായ്ഫലത്തിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പം പിന്നെ നമ്മൾ പൊട്ടാഷ്യം എടുത്ത് വെച്ചേക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പൊട്ടാഷാണ് ഇവിടുത്തെ കിങ് ഓഫ് ന്യൂട്രിയൻസ് എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ ന്യൂട്രിയൻറ്റിലെ രാജാവാണ് ഈ പൊട്ടാഷ്. ഈ പൊട്ടാഷാണ് പല പല ന്യൂട്രിയൻസിൻ്റെ അപ്ടേക്കിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം പൊട്ടാഷ് ഇല്ലാതെ ഒരു ഫെർട്ടിലൈസർ നമ്മൾ മണ്ണിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റുള്ള ഒരു ഫലം നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ പൊട്ടാഷ്യം കൊണ്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആ പൊട്ടാഷ് ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എല്ലാ ന്യൂട്രിയൻസിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഒരു അപ്ടേക്ക് ഉണ്ടാവുകയും നല്ല രീതിയിൽ ചെടി പെർഫോം ചെയ്യുകയും ഈ വളർച്ച കാണിക്കല്ല ചിമ്പ് പൊട്ടുന്നതിനൊപ്പം കാ പിടിക്കാൻ ഈ കോമ്പിനേഷൻ അതുകൂടെ സഹായിക്കും നല്ലപോലെ. പൊട്ടാഷ് അത്രയും ചെല്ലുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ സൾഫർ ഉണ്ട്. നമുക്കറിയാം ഇതിനകത്ത് MAP നമ്മുടെ SOPക്കകത്ത് 50% പൊട്ടാഷ്യം 17% സൾഫറുമാണ് വരുന്നത്. അപ്പോൾ ഈ സൾഫർ ഉള്ളതുകൊണ്ട് തന്നെ ചെടിക്കൊരു വേരിൻ്റെ ഒരു പ്രൊഡക്ഷൻ കുറച്ചും കൂടെ കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെടി നല്ലൊരു ഗ്രോത്ത് കാണിക്കും ഈ ഒരു കോമ്പിനേഷൻ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും. നമ്മളിതിൻ്റെ ഒരു ശരിക്കും ഒരു ഈൽഡിനെല്ലാം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ജിമ്മിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്നാ 12% നൈട്രജനും 61% ഫോസ്ഫറസും വരുന്ന SOP ഒരു 1.5 കിലോ നമ്മൾ റെക്കമെൻഡ് ചെയ്യണം. ഈ ഒരു കോമ്പിനേഷനിൽ 1.5 കിലോ ഫോസ്ഫറസ് കുറച്ച് ഹൈ ആയിട്ട് നമുക്ക് കിട്ടണം. എന്നാൽ പൊട്ടാഷ് ഒരു കുറഞ്ഞ ലെവലിൽ മതി. പൊട്ടാഷ് കൂടി കഴിഞ്ഞാൽ വീണ്ടും കാപിടുത്തത്തിലോട്ട് ചെടിയുടെ ശ്രദ്ധ മാറിപ്പോകും. അതുകൊണ്ട് തന്നെ പൊട്ടാഷ് കുറച്ച് നമ്മൾ ഒരു 1/2 കിലോ പൊട്ടാഷും 1.5 കിലോ MAP കൂടെ കൊടുത്ത്
അവനെ അങ്ങ് ബാലൻസ് ചെയ്യും. അപ്പോഴത്തേക്ക് നമുക്ക് നല്ല രീതിയിൽ ഫോസ്ഫറസ് ചെടിക്ക് അവൈലബിൾ ആവും. നമ്മൾ ഇന്ന് ഇടുക്കിയിലെ മണ്ണിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം എന്ന് പറയുന്നത് ഫോസ്ഫറസ് ആണ്. പക്ഷെ അത് ചെടിക്ക് അധികം അവൈലബിൾ ആകാറില്ല. അതിന് കാരണം എന്താ വെച്ചാൽ പല കാരണങ്ങളും, നമ്മൾ കൊടുക്കുന്ന വളപ്രയോഗം, നമ്മൾ എടുക്കുന്ന കാൽസ്യം ആയാലും സിങ്ക് ആയാലും അങ്ങനെ പല പല മൂലകങ്ങളായിട്ട് ഇത് ബൗണ്ട് ചെയ്തും ക്രിസ്റ്റലൈസ് ആയിട്ടൊക്കെ കിടക്കുന്നതുകൊണ്ട് ഇത് ചെടിക്ക് എടുക്കാൻ പറ്റാതെ വരുന്നത്. ആ ഒരു പ്രശ്നത്തെ ഓവർകം ചെയ്യാനായിട്ട് നമ്മളൊരു ഫോസ്ഫറസ് സോലിബിലൈസിങ് ബാക്ടീരിയ എടുത്തിട്ടുണ്ട്. റെനോവേസ് എന്ന് പറഞ്ഞിട്ട് മൊസൈക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ തന്നെ വരുന്നതാണ്. ഇത് ഭയങ്കര അഡ്വാൻറ്റേജ് ഉള്ള ഒരു പ്രോഡക്റ്റാണ്. നമ്മളിത് ട്രയൽ ചെയ്ത കാലം തൊട്ട് അതുകൊണ്ട് ഇതിൻ്റെ ഷോർട്സ് ഒക്കെ ഇട്ടുകൊണ്ടിരുന്നത് ഭയങ്കര റിസൾട്ടാണ്. നമുക്ക് അതിൻ്റെ ഒരു കൗണ്ടൊക്കെ നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു മിനിമം കൗണ്ട് 1x10⁸ എന്നുള്ള രീതിയിലാണ് കൗണ്ട് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒരു pH, അതിന് അവൈലബിൾ pH എന്ന് പറയുന്നത് 5 തൊട്ട് 7.5 വരെയുള്ള pH നല്ല രീതിയിൽ വർക്കൗട്ട് ആകും. പിന്നെ ഇതിൻ്റെ ഒരു MRP എന്ന് പറയുന്നത് ഒരു 1750 തൊട്ട് 1800 വരെയൊക്കെയാണ് MRP വരുന്നത്. ഇതിൽ ടെക്നോളജി അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ടെക്നോളജി ഇമ്പോർട്ടഡ് ഫ്രം US എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അവരുടെ US-ലുള്ള ടെക്നോളജി വെച്ചാണ് ഇത് പ്രൊഡക്ഷൻ നടന്നിരിക്കുന്നത്. ടെസ്റ്റിങ് ഫുള്ള് അമേരിക്കയിലാണ് നടന്നിരിക്കുന്നത്. അതിൻ്റെ PDF ഒക്കെ നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കി നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ഇതിന് കുറേ അഡ്വാൻറ്റേജുകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവർ അവകാശപ്പെടുന്ന ഒരു വലിയൊരു അഡ്വാൻറ്റേജാണ് ടൈഫണൈറ്റ് COC, തുരിശ് പോലുള്ള ഫംഗിസൈഡ് വിളിച്ച് ബാക്കി എല്ലാ ഫംഗിസൈഡിനോട് ഇത് കോമ്പാക്റ്റബിൾ ആണ്. ഇതിൻ്റെ ഫംഗിസൈഡിൻ്റെ കൂടെ കൊടുത്താൽ പോലും ഇത് നശിച്ചു പോകില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഏതൊരു വളത്തിൻ്റെ കൂടെയും കൊടുക്കാമെന്നുള്ളതാണ്. സൾഫർ ഇച്ചിരി ഹൈ ആയിട്ടുള്ള വളമാണെങ്കിലും യാതൊരു പ്രശ്നമില്ലെന്നാണ് പറയുന്നത്. നമ്മുടെ അനുഭവത്തിലും അതാണ് ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളിത് ഫംഗിസൈഡുകളിലൂടെ ഒന്നും കൊടുത്തില്ലെങ്കിലും സൾഫർ അടങ്ങിയ MAP, SOP പോലുള്ള കോമ്പിനേഷനിലൂടെ കൊടുത്തിട്ടും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ടാണ്. മണ്ണിലെ ഫോസ്ഫറസിനെ നല്ലപോലെ സോലിബിലൈസ് ചെയ്തിട്ട് ചെടിക്ക് നല്ലപോലെ ഫോസ്ഫറസ് അവൈലബിൾ ആകുമ്പോൾ തന്നെ നമുക്കൊരു 10 ദിവസം കൊണ്ട് തന്നെ നമുക്ക് ചെടിയിലെ ചുറ്റുപാട് നല്ല വെള്ളവേരുകൾ പുറത്തോട്ട് വരുന്നത് കാണാൻ പറ്റും. അതിനുശേഷം നല്ല പൊടിവേരുകൾ നമ്മൾ മാറ്റി നോക്കുമ്പോൾ നല്ല പൊടിവേരുകൾ ഉണ്ടായി വരുന്നത്, അതിനൊപ്പം ചിമ്പ് പൊട്ടി വരുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട്. പിന്നെ ഇതിനകത്തൊരു നമ്മൾ അറിയാതെ പോകുന്ന ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വന്നിരിക്കുന്ന നൈട്രജൻ എന്ന് പറഞ്ഞാൽ അമോണിക്കൽ നൈട്രജൻ, മോണോ അമോണിയം ഫോസ്ഫേറ്റ് എന്നാണ് വന്നിരിക്കുന്നത്. ഈ അമോണിക്കൽ നൈട്രജൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് വെച്ചാൽ നമ്മൾ മണ്ണിലോട്ട് ചെന്നപ്പോൾ അമോണിയ തിന്നുമ്പോഴത്തേക്ക് ഈ നെമറ്റോഡുകളുടെ ജൂനൈൽസ് ധാരാളം ഉണ്ടാകും. ഈ നെമറ്റോഡുകളുടെ ജൂനൈൽസിൻ്റെ ഔട്ടർ ഷെല്ലിന് ഒരു ഡാമേജ് ഉണ്ടാക്കും ഈ അമോണിയ. അതുകൊണ്ട് തന്നെ കുറച്ചധികം ഈ ജൂനൈലായിട്ടുള്ള നെമറ്റോഡുകളൊക്കെ ഡെഡായി പോകാനുള്ള സാധ്യതയാണ്. ഉറപ്പൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ സ്റ്റഡീസൊക്കെ അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഇതിനും കൂടെ ഒരു ചെറിയൊരു റിസൾട്ട് കിട്ടും. പിന്നെ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ഇത് ഇമ്പോർട്ട് ചെയ്ത് ഇന്ത്യയിൽ റീപാക്ക് ചെയ്യുന്ന പ്രോഡക്റ്റാണ്. 100% വാട്ടർ സോലുബിലിറ്റി ഇതിനുണ്ട്. അതേപോലെ തന്നെ ഇത് വളർച്ചയെ പ്രൊമോട്ട് ചെയ്യുന്നത്, ഇത് ഈൽഡിനെ പ്രൊമോട്ട് ചെയ്യുന്നുള്ള കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മുടെ റെനോവിസ് കുറേ അഡ്വാൻറ്റേജുകൾ നമ്മൾ പറഞ്ഞല്ലോ. ഇതിനകത്ത് ശരിക്കും ഫോസ്ഫറസ് മാത്രമല്ല മൊബിലൈസ് ചെയ്യുന്നത്, പൊട്ടാഷ്യം മൊബിലൈസ് ചെയ്യുന്നുണ്ട്, മാംഗനീസ് മൊബിലൈസ് ചെയ്യുന്നുണ്ട്, പിന്നെ കാൽസ്യം, ബോറോൺ, അങ്ങനെ എന്തൊക്കെ കുറേ മൂലകങ്ങൾ മൊബിലൈസ് ചെയ്യുന്നുണ്ട്. അത് മൊബിലൈസ് ചെയ്യുന്ന മൂലകങ്ങളുടെ ചാർട്ട് നമുക്ക് അതിൽ ഇട്ടേക്കാം. ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല ഏതൊക്കെയാണ്. നമ്മളന്ന് ചെയ്തപ്പോൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാണ്. ആ ചാർട്ടും കൂടെ ആഡ് ചെയ്തേക്കാം. ഏകദേശം 1750 തൊട്ട് 1800 രൂപ വരെ വില വരുന്നൊരു കോമ്പിനേഷനാണ്. നല്ല അടിപൊളി ഒരു പ്രോഡക്റ്റ്. ഇതിനെക്കുറിച്ച് ഒരു രക്ഷയില്ലാത്ത പ്രോഡക്റ്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, നമ്മൾ IPL ഗ്രിഫിന് നമ്മൾ ചെയ്തപ്പോൾ നമ്മളതാണ് പറഞ്ഞത്, ഒരു രക്ഷയില്ലാത്ത പ്രോഡക്റ്റാന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ നല്ല റിസൾട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ഒരു 170 രൂപ ബാരൽ കോസ്റ്റ് എന്ന് വെച്ചു. ഒരു 170 തൊട്ട് 175 രൂപ വരെ ബാരൽ കോസ്റ്റ് വരുന്നൊരു കോമ്പിനേഷനാണ്. എന്നാലും നമുക്ക് നഷ്ടമല്ല. നമ്മുടെ മണ്ണിൽ ഇങ്ങനെ ക്രിസ്റ്റലൈസ് ആയിട്ട് കിടക്കുന്ന ഫോസ്ഫറസിനെ സോലിബിലൈസ് ചെയ്ത് നമ്മുടെ മണ്ണിൻ്റെ pH ഒന്ന് സ്റ്റേബിൾ ആക്കാനോ ചെടിക്ക് നല്ല രീതിയിലുള്ള ഫോസ്ഫറസ് അവൈലബിലിറ്റി ഉണ്ടാക്കാനും ചെടി നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കാനായിട്ട് സഹായിക്കുന്ന നല്ലൊരു കോമ്പിനേഷനാണ്. കോമ്പിനേഷൻ എന്ന് പറയാൻ പറ്റില്ല, നല്ലൊരു മിത്ര കുമിളാണിത്. ഇതിൻ്റെ ഒരു ഡോസേജ് എന്ന് പറഞ്ഞാൽ 200 ലിറ്ററിന് 100 മില്ലി മതി. 100 മില്ലിയാണ് ഇതിൻ്റെ ഒരു ഡോസേജ് വരുന്നത്. അപ്പം അങ്ങനെ കൊടുക്കാം നമുക്ക്. അതിനകത്ത് പിന്നെ അവർ ഇവിടെ ക്ലെയിം ചെയ്തിട്ടുണ്ട്, US-ലാണ് ഇത് ടെസ്റ്റ് ചെയ്തേക്കുന്നതൊക്കെ ക്ലെയിം ചെയ്തിട്ടുണ്ട്. ഒരു US-ൻ്റെ ഒരു ഫ്ലാഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വേറെ കുറച്ച് കാര്യങ്ങൾ, അതിൻ്റെ ഒരു ലേബൽ ക്ലെയിം ഉണ്ട്. അതിനകത്ത് അവർ എന്തൊക്കെയാണ് മൂലകങ്ങൾ മൊബിലൈസ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളോട് നമ്മൾ കൊടുത്തേക്കാം. നല്ല റിസൾട്ടാണ്. നമ്മുടെ ഈ കോമ്പിനേഷനിൽ നമ്മൾ കൊടുക്കുന്ന MAP ഒരു 1.5 കിലോ, SOP ഒരു 1/2 കിലോ. അങ്ങനെ വരുമ്പോഴത്തേക്ക് ചെടിക്ക് ആവശ്യമുള്ള നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം, സൾഫർ അവൈലബിൾ ആകും. അതിനൊപ്പം നമ്മൾ ഈ ഫോസ്ഫറസ് സോലിബിലൈസ് ബാക്ടീരിയ കൂടെ കൊടുക്കുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ചെടി പെർഫോം ചെയ്യും. അത് നമ്മൾ 100% ഗ്യാരണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കോമ്പിനേഷൻ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇത്രയൊക്കെ പറഞ്ഞാൽ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം.
അപ്പോൾ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അപ്പോൾ നമുക്കറിയില്ല എല്ലാ പ്രോഡക്റ്റുകളും എല്ലാ മേഖലയിലൊന്നും സക്സസ് ആണോ നമുക്ക് യാതൊരു ഗ്യാരണ്ടി ഇല്ല. നമുക്ക് ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വലിയൊരു ഹെവി ആയിട്ട് ഹൈഫൈ ഉള്ള ബ്രാൻഡിൽ പോയി എടുത്ത് നമുക്ക് ട്രെൻഡിങ് വരുമ്പോൾ ഭയങ്കര ഭീമമായിട്ടുള്ള കോസ്റ്റ് വരാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ട്രെൻഡിങ് എപ്പോഴും ഒരു മീഡിയം റേഞ്ചിൽ നിൽക്കുന്ന ഒരു ബ്രാൻഡ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഈ ഒരു ബ്രാൻഡ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയുമാണ്. അത്യാവശ്യം നല്ല റിസൾട്ട് നമുക്ക് കിട്ടിയതുകൊണ്ടാണ് നമ്മൾ ഇത് വീഡിയോ ചെയ്യുന്നത്. ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇതിനെക്കുറിച്ചുള്ള എന്ത് അഭിപ്രായങ്ങളുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റ് സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ബെൽ ബട്ടണൊക്കെ ഒന്ന് ഇനേബിൾ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോ ഉടനെ നിങ്ങളിലോട്ട് എത്തുന്നതാണ്. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ ഇനി വരുന്ന കുറച്ച് വീഡിയോകൾ ഇതുപോലെ തന്നെ ചിമ്പടിക്കാനുള്ള കുറച്ച് കോമ്പിനേഷനാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ഒരു കോമ്പിനേഷൻ അല്ല, നമുക്ക് ഇപ്പം ചിമ്പടിപ്പിക്കാനായിട്ട് ഒത്തിരി കോമ്പിനേഷൻസ് ഉണ്ട്. ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒരു വീഡിയോയിൽ ഇതെല്ലാം കൂടെ ഉൾക്കൊള്ളിക്കുമ്പോൾ ഭയങ്കര ലെങ്തി ആയി പോവാണ്. അതുകൊണ്ട് ഓരോരോ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ നമുക്ക് എല്ലാവർക്കും അടുത്തൊരു കോമ്പിനേഷൻ പരിചയപ്പെടാം.